നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP CPM ഡീൽ പ്രചാരണായുധമാക്കുകയാണ് കോൺഗ്രസ്. വട്ടിയൂർക്കാവിലും CPM BJP ഡീൽ നടക്കുന്നുണ്ടെന്ന ആരോപണവുമായി കെ മുരളീധരൻ രംഗത്തെത്തി. BJP കൌൺസിലർമാരുടെ പ്രവർത്തനം രാത്രി LDF സ്ഥാനാർത്ഥി VK പ്രശാന്തിന് വേണ്ടിയെന്നാണ് മുരളീധരന്റെ ആരോപണം. പ്രത്യുപകാരമായി CPM തിരുവനന്തപുരത്ത് ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയെന്നും മുരളീധരൻ പ്രതികരിച്ചു. BJP പലയിടത്തും 2020 സീറ്റ് നൽകിയത് CPMുമായുള്ള ഡീലിന്റെ ഭാഗമായിട്ടെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. കാരണം BJPയുടെ ചില കൗൺസിലർമാർ പകല് ശ്രീലയ്ക്ക് വേണ്ടി ഇറങ്ങുകയും രാത്രി പ്രശാന്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ വ്യക്തമായിട്ടുള്ള ചിത്രം തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇനിയിപ്പോൾ അവർ വല്ല വെല്ലുവിളിക്കുകയാണെങ്കിൽ പേരും പറയാം. തിരുവനന്തപുരം സെൻട്രലിൽ ഒരു ദുർബലനായിട്ടുള്ള സ്ഥാനാർത്ഥിനെയാണ് LDF സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അവിടെ ഇപ്പം മത്സരം CP ജോണും കരമന ജയനുമായിട്ടാണ്. ഇവിടെയൊക്കെ ഡീലിൻ്റെ ഭാഗമാണ്. ഒരു പരാജിതന്റെ കപട ആത്മവിശ്വാസമാണ് പിണറായി വിജയൻ പ്രകടിപ്പിക്കുന്നത്. വളരെ വ്യക്തമാണ്. BJPക്ക് 30,000 വോട്ട് കിട്ടുന്നിടത്ത് 2020 നിന്ന് എത്ര വോട്ട് കിട്ടും? അത് ഇവർ തമ്മിലുള്ള ധാരണയാണ്. CPM BJP എന്നുള്ള ധാരണയാണ്. പക്ഷെ അതൊന്നും ഇത്തവണ കേരളത്തിൽ വിലപ്പോവില്ല. കാരണം രണ്ടുപേരുടെ ലക്ഷ്യം കോൺഗ്രസ് വരരുത്, UDF വരരുത്. അപ്പം അതിനനുയോജ്യമായ തരത്തിലുള്ള അറേഞ്ച്മെൻ്റാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോഷിബാൽ വിവരങ്ങളുമായി. റോഷിബാൽ, ഇപ്പോൾ ഡീൽ ആരോപണം, അതിൽ ഓരോ ദിവസവും കോൺഗ്രസ് നേതാക്കൾ പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സജീവമായി നിലനിർത്തുന്നു. ഇപ്പോൾ കെ മുരളീധരൻ തന്റെ മണ്ഡലത്തിലുമുണ്ട് ഡീൽ എന്നുള്ള ആരോപണമാണ് ഉയർത്തുന്നത്. അതിൽ രാത്രി കാലങ്ങളിൽ CPM BJPക്ക് വേണ്ടി പ്രചാരണത്തിലിറങ്ങുന്നു എന്നുള്ള ഗുരുതര ആരോപണം കൂടി. റോഷിബാൽ, എങ്ങനെയാണ് ഇപ്പോൾ നേതാക്കളുടെ പ്രതികരണം വരുന്നത്? ഇതിനോട് CPM എങ്ങനെ പ്രതികരിക്കുന്നു? റോഷിബാൽ, സ്മൃതി, പൊതുയുഗയാത്രയുടെ സമാപന വേദിയിൽ രാഹുൽ ഗാന്ധിയാണ് ഇത്തരമൊരു ബാന്ധവത്തിന്റെ ആക്ഷേപം തുടക്കമിട്ടത്. അത് പിന്നീട് കോൺഗ്രസ് നേതാക്കൾ തുടരുകയായിരുന്നു. സ്ഥാനാർത്ഥി നിർണയമൊക്കെ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് കൂടുതൽ കടുപ്പിച്ചു. കാരണം BJP പല മണ്ഡലങ്ങളിലും CPMന് വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തിയെന്നടക്കമുള്ള ആക്ഷേപങ്ങൾ അത് 2020 സ്ഥാനാർത്ഥികളെ പറയുന്നു. മറ്റു പല മണ്ഡലങ്ങളിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും ഒടുവിൽ കെ മുരളീധരൻ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത്. കാരണം രാത്രികാലങ്ങളിൽ ശ്രീലേഖയ്ക്ക് വേണ്ടി പകൽ സമയം ശ്രീലേഖയ്ക്ക് വേണ്ടി ബോർഡ് വെക്കുന്നവർ രാത്രികാലങ്ങളിൽ പ്രശാന്തിന് വേണ്ടി വോട്ട് പിടിക്കുന്നു. അതിന്റെ തെളിവ് കൈവശമുണ്ടെന്ന ഗുരുതരമായ ആരോപണമാണ്. അത് നിഷേധിച്ചാൽ, വെല്ലുവിളിച്ചാൽ തെളിവ് സഹിതം കാര്യങ്ങൾ പുറത്തുവിടുമെന്നാണ് ഇപ്പോൾ കെ മുരളീധരൻ പറയുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് മറ്റു പല മണ്ഡലങ്ങളിലും അതേ ആക്ഷേപം ഉയർത്തുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസ് നേതൃത്വം കൃത്യമായി BJPയും CPMും തമ്മിലുള്ള ബാന്ധവം പല മണ്ഡലങ്ങളിലും ആരോപിക്കുന്നു. ആദ്യഘട്ടത്തിൽ 10 ആണെങ്കിൽ അതിൽ കൂടുതൽ മണ്ഡലങ്ങൾ, അത് BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 10 മണ്ഡലങ്ങൾ കഴിഞ്ഞ് മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ട് BJP വോട്ട് CPMന് LDF സ്ഥാനാർത്ഥികൾക്ക് മറിച്ചു കൊടുക്കാനുള്ള ധാരണ ഉണ്ടാക്കിയെന്ന ആരോപണമാണ് കടുപ്പിക്കുന്നത്. അതേസമയം തന്നെ ഈ ആരോപണങ്ങളെ എതിർക്കുന്നത് നേരത്തെയുള്ള കോലീബി സഖ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ്. കോൺഗ്രസും BJPയും തമ്മിലാണ് ധാരണയെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കാൻ CPM നേതൃത്വം ശ്രമിക്കുന്നത്. ഇങ്ങനെ ഒരു വോട്ട് മറിക്കാൻ എങ്ങനെ സാധിക്കും? വോട്ട് മറിക്കാൻ അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുണ്ടാകുന്നത് കോൺഗ്രസ് നേതാക്കൾക്കായിരിക്കും എന്നാണ് CPM നേതൃത്വം പറയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും ഈ BJP ബാന്ധവം സംബന്ധിച്ചുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ശക്തമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്മൃതി, ശരിയാ. റോഷിബാലാണ് വിവരങ്ങൾ നൽകിയത്.